ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. വടക്ക് കിഴക്കൻ മേഖലയുടെ വികസനം വികസിത ഭാരതത്തിന് അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അസം, അരുണാചൽ, പശ്ചിമബംഗാൾ സംസ്ഥാനങ്ങളിലായി വിവിധ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. രാജ്യത്തെ സ്കൂൾ അധ്യാപക വിദ്യാഭ്യാസം ശക്തിപ്പെടുത്തുന്ന സംരംഭങ്ങൾക്ക് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഇന്ന് തുടക്കം കുറിച്ചു. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്ത വർദ്ധിപ്പിച്ചു. 2025 നവംബറോടെ അതിദാരിദ്ര്യത്തിൽ നിന്ന് കേരളം പൂർണ്ണമായി മുക്തമാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. മാവേലിക്കര, ചാലക്കുടി മണ്ഡലങ്ങളിലെ BDJS സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഇംഗ്ലണ്ടിനെതിരായ 5ാം ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് വമ്പൻ വിജയം. വാർത്തകൾ വിശദമായി. വടക്കു കിഴക്കൻ മേഖലയുടെ വികസനം വികസിത ഭാരതത്തിന് അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അസമിലെ ജോർഹട്ടിൽ 17,500 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വടക്കു കിഴക്കൻ പ്രദേശങ്ങളെ മുഴുവൻ സ്വന്തം കുടുംബമായാണ് കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്ന പദ്ധതികളിലേക്കും സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. രാവിലെ അസമിലെ കാസിരംഗ ദേശീയോദ്യാനവും അരുണാചൽ പ്രദേശിലെ ഇറ്റാനഗറും പ്രധാനമന്ത്രി സന്ദർശിച്ചു. മണിപ്പൂർ, മേഘാലയ, നാഗാലാന്റ്, സിക്കിം, ത്രിപുര, അരുണാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ 55,600 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾ ഇറ്റാനഗറിൽ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. വൈകുന്നേരം പശ്ചിമബംഗാളിലെ സിലിഗുഡിയിൽ എത്തിയ ശ്രീ മോദി വികസിത് ഭാരത് വികസിത് പശ്ചിമബംഗാൾ പരിപാടിയിൽ 4,500 കോടി രൂപയുടെ റെയിൽ, റോഡ് പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും സമർപ്പണവും നിർവഹിച്ചു. രാജ്യത്തെ സ്കൂൾ അധ്യാപക വിദ്യാഭ്യാസം ശക്തിപ്പെടുത്തുന്ന സംരംഭങ്ങൾക്ക് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിച്ചു. വികസിത ഭാരതം സാധ്യമാക്കുന്നതിന് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായ തൊഴിൽ പങ്കാളിത്തം ആവശ്യമാണെന്ന് ചടങ്ങിനെ അഭിസംബോധന ചെയ്ത് മന്ത്രി പറഞ്ഞു. ലോകത്തിന്റെ ആവശ്യങ്ങൾ കണക്കിലെടുത്ത് രാജ്യം ഒരു തൊഴിൽ ഘടന കെട്ടിപ്പടുക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഇന്ത്യൻ ഭാഷകൾ ഉൾപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയും മന്ത്രി ഊന്നിപ്പറഞ്ഞു. സംസ്ഥാന സർവീസ് ജീവനക്കാർക്കും അധ്യാപകർക്കും സംസ്ഥാന സർക്കാരിന് കീഴിലെ കേന്ദ്ര ഉദ്യോഗസ്ഥർക്കുമടക്കം ക്ഷാമബത്ത വർദ്ധിപ്പിച്ചു. ജീവനക്കാരുടെയും അധ്യാപകരുടെയും ക്ഷാമബത്ത 7 നിന്ന് 9% ഉയർത്തി. വിരമിച്ച വിവിധ വിഭാഗങ്ങൾക്കുള്ള ക്ഷാമാശ്വാസവും ഉയർത്തിയതായും ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. സർവീസ് പെൻഷൻകാർക്കും ഇതേ നിരക്കിൽ ക്ഷാമാശ്വാസം വർദ്ധിക്കും. കോളേജ് അധ്യാപകർ, എഞ്ചിനീയറിംഗ് കോളേജ്, മെഡിക്കൽ കോളേജ് തുടങ്ങിയവയിലെ അധ്യാപകർ തുടങ്ങിയവരുടെ ക്ഷാമബത്ത 17% നിന്ന് 31% ഉയർത്തി. പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ 2 പേർ കൂടി പിടിയിലായി. വിദ്യാർത്ഥികളായ കോഴിക്കോട് സ്വദേശി വഫീസ്, ആലപ്പുഴ സ്വദേശി അഭി എന്നിവരാണ് പിടിയിലായത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 20ആയി. മർദ്ദനത്തിലും ഗൂഢാലോചനയിലും പങ്കാളികളായവരാണ് പ്രതികൾ. അതേസമയം കേസന്വേഷണം സംസ്ഥാന സർക്കാർ CBIക്ക് വിട്ടു. പ്രതിപക്ഷ പോരാട്ടത്തിന്റെ വിജയമാണ് CBI അന്വേഷണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സിദ്ധാർത്ഥിന്റെ കൊലപാതകത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് KSU, യൂത്ത് കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ് അധ്യക്ഷന്മാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിവന്ന അനിശ്ചിതകാല നിരാഹാര സമരം അവസാനിപ്പിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനത്തിനിടെ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സിദ്ധാർത്ഥ് വധം CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കോഴിക്കോട് ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി MT രമേശും ഇന്ന് സത്യാഗ്രഹ സമരം നടത്തിയിരുന്നു. കോഴിക്കോട് കിഡ്സൺ കോർണറിൽ നടന്ന സത്യാഗ്രഹ സമരം BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു. കൊല്ലം നഗരപാത വികസന പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കലിന് അംഗീകാരം നൽകിയതായി ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. 436.15 കോടി രൂപയുടെ സ്ഥലം ഏറ്റെടുക്കൽ നിർദ്ദേശമാണ് അംഗീകരിച്ചത്. 8.341 ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുക്കുന്നത്. പത്തനംതിട്ട കോന്നി മെഡിക്കൽ കോളേജിലെ ബ്ലഡ് ബാങ്കിന്റെ ഉദ്ഘാടനം മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. സംസ്ഥാനത്ത് തന്നെ ആദ്യമായാണ് നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ പുതുക്കിയ മാനദണ്ഡപ്രകാരം ഒരു ബ്ലഡ് ബാങ്ക് നിർമ്മിച്ച് പ്രവർത്തനം ആരംഭിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. കോഴിക്കോട് കക്കയത്ത് കാട്ടുപോത്ത് ആക്രമണം തടയാൻ പുലർകാലങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. കഴിഞ്ഞ ദിവസം കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ മരിച്ച പാലാട്ട് അബ്രഹാമിന്റെ വസതി സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി.
ജൽജീവൻ മിഷൻ പദ്ധതിയിലൂടെ ഗ്രാമീണ മേഖലയിൽ കഴിഞ്ഞ 2 വർഷം കൊണ്ട് 18 ലക്ഷം പുതിയ കുടിവെള്ള കണക്ഷൻ നൽകാൻ സാധിച്ചെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. ചാത്തമംഗലത്തെയും സമീപത്തെ 7 പഞ്ചായത്തുകളിലെയും കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി ആരംഭിക്കുന്ന പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം കോഴിക്കോട് കൂളിമാട് PHED ജംഗ്ഷനിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കേരള സർവകലാശാല യുവജനോത്സവം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. യുവജനോത്സവം 3ാം ദിനത്തിലേക്ക് കടന്നപ്പോൾ കലാലയങ്ങൾ തമ്മിലുള്ള ചൂടേറിയ പോരാട്ടങ്ങൾക്കാണ് തലസ്ഥാന നഗരി സാക്ഷ്യം വഹിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൊലിയക്കോട്. കേരള സർവകലാശാല യുവജനോത്സവം 3ാം ദിനം പുരോഗമിക്കുമ്പോൾ 115 ഇനങ്ങളിൽ 42 മത്സരങ്ങളാണ് ഇതുവരെ പൂർത്തിയായത്. 250 കോളേജുകൾ മത്സരിക്കുന്ന യുവജനോത്സവത്തിൽ തിരുവനന്തപുരത്തെ കോളേജുകളുടെ സമഗ്ര ആധിപത്യമാണ് ദൃശ്യമാകുന്നത്. ഇതുവരെയുള്ള മത്സരങ്ങളുടെ ഫലം പുറത്തുവന്നപ്പോൾ തിരുവനന്തപുരം മാർ ഇവാനിയൂസ് കോളേജ് 1ാമതും യൂണിവേഴ്സിറ്റി കോളേജ് 2ാമതും സ്വാതി തിരുനാൾ സംഗീത കോളേജ് 3ാമതുമാണ്. വിധികർത്താക്കൾ കൈക്കൂലി വാങ്ങിയെന്ന ആരോപണത്തിൽ ഇന്ന് താൽക്കാലികമായി നിർത്തിവെച്ച യുവജനോത്സവം വൈകുന്നേരം 3:30 പുനരാരംഭിച്ചു. കേരള സർവകലാശാല യൂണിയന്റെ നേതൃത്വത്തിൽ രാവിലെ നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് മത്സരങ്ങൾ പുനരാരംഭിക്കാൻ തീരുമാനമായത്. വർക്കല ബീച്ചിലെ ഫ്ളോട്ടിംഗ് ബ്രിഡ്ജിലുണ്ടായ അപകടത്തിൽ നിരവധി പേർക്ക് പരിക്ക്. കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ 15 പേർക്ക് പരിക്കേറ്റു. ഇതിൽ 2 പേരുടെ നില ഗുരുതരമാണ്. ശക്തമായ തിരയിൽപ്പെട്ട് ഫ്ളോട്ടിംഗ് ബ്രിഡ്ജിന്റെ കൈവരി തകരുകയായിരുന്നു. ശക്തമായി തിരമാല വീണ്ടും അടിച്ചതോടെ ഫ്ളോട്ടിംഗ് ബ്രിഡ്ജിൽ ഉണ്ടായിരുന്നവർ കടലിലേക്ക് പതിച്ചു. സംഭവസ്ഥലവും പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവരെയും കേന്ദ്രമന്ത്രി വി മുരളീധരൻ സന്ദർശിക്കും. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. പൊതു തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സംസ്ഥാനത്തെ ലോക്സഭാ മണ്ഡലങ്ങളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ഭാരത് വികാസ് ഡയറി എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നതാണ്. 2025 നവംബറോടെ അതിദാരിദ്ര്യത്തിൽ നിന്ന് കേരളം പൂർണ്ണമായി മുക്തമാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലം കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് നടപ്പാക്കുന്ന ബദൽ നയം കാരണമാണ് ഇത് നടപ്പാക്കാൻ സാധിക്കുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി വിഷയത്തിൽ LDF സർക്കാർ സ്വന്തം പിടിപ്പുകേട് മറച്ചുവെക്കാൻ കേന്ദ്രത്തിനെ പഴിചാരുകയാണെന്ന് BJP സംസ്ഥാന ഇലക്ഷൻ ഇൻചാർജ് പ്രകാശ് ജാവ്ദേക്കർ MP. ഇതുവരെ ഈ വർഷം 34,000 കോടി കേന്ദ്ര സർക്കാർ കേരളത്തിന് അനുവദിച്ചു. മോദി സർക്കാർ ഒരു സംസ്ഥാനത്തിനോടും വിവേചനപരമായ സമീപനം സ്വീകരിക്കുന്നില്ലെന്നും ശ്രീ ജാവ്ദേക്കർ തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. BDJS 2 ലോക്സഭാ സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. മാവേലിക്കരയിൽ ബൈജു കലാശാലയും ചാലക്കുടിയിൽ KA ഉണ്ണികൃഷ്ണനും സ്ഥാനാർത്ഥിയാകും. കോട്ടയത്തും ഇടുക്കിയിലും സ്ഥാനാർത്ഥികളെ പിന്നീട് പ്രഖ്യാപിക്കുമെന്നും പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി അറിയിച്ചു. ധരംശാലയിൽ ഇന്ന് ഇംഗ്ലണ്ടിനെതിരായ 5ാം ടെസ്റ്റിൽ ഇന്ത്യ ഇന്നിംഗ്സിനും 64 റൺസിനും വിജയിച്ചു. ഇതോടെ 5 മത്സരങ്ങളുടെ പരമ്പര ഇന്ത്യ 4-1 സ്വന്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. വടക്കു കിഴക്കൻ മേഖലയുടെ വികസനം വികസിത ഭാരതത്തിന് അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അസം, അരുണാചൽ, പശ്ചിമബംഗാൾ സംസ്ഥാനങ്ങളിലായി വിവിധ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. രാജ്യത്തെ സ്കൂൾ അധ്യാപക വിദ്യാഭ്യാസം ശക്തിപ്പെടുത്തുന്ന സംരംഭങ്ങൾക്ക് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഇന്ന് തുടക്കം കുറിച്ചു. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്ത വർദ്ധിപ്പിച്ചു. 2025 നവംബറോടെ അതിദാരിദ്ര്യത്തിൽ നിന്ന് കേരളം പൂർണ്ണമായി മുക്തമാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. മാവേലിക്കര, ചാലക്കുടി മണ്ഡലങ്ങളിലെ BDJS സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഇംഗ്ലണ്ടിനെതിരായ 5ാം ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് വമ്പൻ വിജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.